മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഈ സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു സസ്യ സംരക്ഷണിയെ പറ്റിയാണ്. സസ്യങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ബാക്ടീരിയ അടങ്ങിയ ഒരു പൊടിയാണ് ഈ സൂഡോമോണസ്. അവിടെ ഇന്ന് വ്യാപകമായി സൂഡോമോണസ് ഉപയോഗിച്ച് വരുന്നു. അപ്പോൾ ഈ സൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ചില മുൻകരുതലുകളാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സൂഡോമോണസിനെ നമുക്ക് ഇന്ന് കൃഷിയിൽ നിന്നും പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ മണ്ണിൻ്റെ പല വിധത്തിലുള്ള ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയകൾ മണ്ണിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെടികൾക്ക് നാശമുണ്ടാകുന്ന ബാക്ടീരിയകൾ മണ്ണിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മൾ നടന്ന സസ്യങ്ങൾക്ക് നല്ല രീതിയിൽ വളർന്നു വരുവാനും അതിനെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുവാനും നമ്മൾ നൽകുന്ന വളങ്ങൾ വലിച്ചെടുക്കാനും വെള്ളം വലിച്ചെടുക്കാനും ഒക്കെ പ്രാപ്തി നേടണമെങ്കിൽ സൂഡോമോണസ് ഉപയോഗിക്കണം. എല്ലാ ചെടികൾക്കും വേണ്ട, എല്ലാ സസ്യങ്ങൾക്കും വേണ്ട. അതായത് നമ്മൾ ഒരു ചെടി നടുമ്പോൾ അല്ലെങ്കിൽ സസ്യം നടുമ്പോൾ അതിൻ്റെ വളർച്ച മുരടിക്കുകയോ അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും നാശം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ആരംഭഘട്ടത്തിലാണ് സൂഡോമോണസ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പം സൂഡോമോണസ് ഞാൻ എങ്ങനെയാണ് എൻ്റെ കൃഷികൾക്ക് ഉപയോഗിക്കുന്നതെന്നും അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കുക എന്നൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ് സൂഡോമോണസ്. ഇത് പൊടി രൂപത്തിലുള്ള സൂഡോമോണസാണ്. ഇത് തന്നെ ദ്രാവക രൂപത്തിലുള്ളതും നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പയർ നടുമ്പോൾ വള്ളിപ്പയറായാലും കുറ്റിപ്പയറായാലും നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു കറിയാണ് പയർ. തോരനായിട്ട് വെഴുക്ക് പുരട്ടിയായിട്ട് ഒക്കെ നമുക്കുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പയറിന് പ്രത്യേകിച്ച് ഈ മഴക്കാലങ്ങളിലൊക്കെ നമ്മൾ അടുക്കള തോട്ടങ്ങളിലൊക്കെ പയർ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതിന് വാട്ടരോഗം ഉണ്ടാകും. വാട്ടം, അതായത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങോട്ട് കിളിച്ചു വരും. കിളിച്ചു വന്നിട്ട് കുറേ കഴിയുന്നുണ്ടേ ഇതിൻ്റെ ഇലകളൊക്കെ വാടി അങ്ങ് പോകുന്ന ഒരു രീതി. ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് അങ്ങ് നശിച്ചു പോകും, ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ വള്ളികൾ മാത്രമായിട്ട് നശിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വളരെ കൗതുകത്തോടെ വളരെ സന്തോഷത്തോടെ നട്ട് വളർത്തുന്ന ഈ വഴുതനയുണ്ട്. വഴുതനയ്ക്കും വാട്ടരോഗം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ തക്കാളിക്കും വാട്ടരോഗം വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്ക് മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും വെണ്ടയുടെ ഇലകളൊക്കെ കരിഞ്ഞു പോവുക, വളർച്ച മുരടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വിത്തുകൾ വാങ്ങുമ്പോൾ നമുക്ക് നല്ല മാതൃസസ്യത്തിൽ ഈ രോഗങ്ങളൊന്നും ഇല്ലാത്ത സസ്യത്തിൽ നിന്നും കിട്ടിയ വിത്തുകളാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വിത്തുകൾ ഇങ്ങനെ കിട്ടാൻ പ്രയാസമോ. ഇതിപ്പം മരവെണ്ടയുടെ വിത്താണ്. ഈ മരവെണ്ടയുടെ വിത്ത് ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ വെണ്ടയുടെ വിത്തുകൾക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടത്തില്ലല്ലോ. ഇതിപ്പോൾ കർഷകരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടൂ. കാരണം ഇതിനകത്ത് എത്ര വിത്തുണ്ടെന്നും നമുക്കറിയത്തില്ല. ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. മരവെണ്ടയുടെ വിത്താണ്. മരവെണ്ട നമുക്കറിയാം, ഒരു മരവെണ്ട പിടിപ്പിച്ചാൽ 5 വർഷം വരെ ആദായം കിട്ടുന്നതാണ് മരവെണ്ട. പിന്നെ നമ്മൾ മേടിക്കുന്ന വിത്തുകളൊക്കെ എന്ന് വെച്ചാൽ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇത്തരത്തിലുള്ള വിത്തുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിത്തുകൾ ഇതിൻ്റെ ഉൽപ്പാദകരാരാന്ന് നമുക്കറിയത്തില്ല. പകരം ഇതിൻ്റെ പാക്കറ്റൊക്കെ ചെയ്ത് അവർ ലേബലൊക്കെ അടിച്ചാൽ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ട് പച്ചക്കറികളൊക്കെ നടുന്നതിന് മുമ്പായിട്ട് അല്പം സൂഡോമോണസ് നമ്മൾ മേടിച്ച് കൈ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സൂഡോമോണസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, സൂഡോമോണസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബാക്ടീരിയയാണ് ഈ പൊടിക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ ഈ സസ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ, അതായത് വെള്ളത്തിൽ കലക്കിയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കലക്കിയോ ഒക്കെ നമ്മൾ ഈ സസ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് മണ്ണിൽ പ്രവർത്തിക്കും. ഒരു പ്രത്യേക ചുറ്റളവിലുള്ള മണ്ണിൽ പ്രവർത്തിച്ച് സസ്യങ്ങളുടെ വേരുകൾക്ക് നമ്മൾ കൊടുക്കുന്ന വളവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കാൻ, വെള്ളമൊക്കെ വലിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ടാക്കി കൊടുക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ബാക്ടീരിയയാണിത്. നല്ല ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയ ഇല്ലാതെ വരുന്ന മോശം ബാക്ടീരിയയാണ്. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ സസ്യങ്ങൾ നശിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഇത് വാട്ടരോഗം ഉണ്ടാകുന്നതൊക്കെ അതിൻ്റെ ഫലമായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോഴും ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പറയുന്ന 20, ഇപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഇത് വാങ്ങിച്ച് നോക്കാനുള്ള സമയത്തിൻ്റെ ഒരു കുറവുണ്ട്. കാരണം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്കൊന്നും സമയമില്ല എന്നുള്ളതൊരു സത്യമാണ്. കാരണം പല വിധത്തിലുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. മുൻകാലങ്ങളെ പോലല്ല, ഇപ്പം നമ്മുടെ നിത്യ ചെലവുകൾ ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിലധികം ജോലികളിലൊക്കെ ഏർപ്പെട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കഥയല്ല ഇവിടെ പറയുന്നത്. അവർക്ക് കൃത്യമായ ഒരു ശമ്പളം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് രീതിയിൽ കിമ്പളങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്.
അപ്പം നമ്മളൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, പ്രകൃതിയോടും മണ്ണിനോടും ഒക്കെ അധ്വാനിച്ച് നമ്മൾ ജീവിക്കുക. അപ്പം നമുക്ക് ഈ വരുമാനം തികയാത്ത ഒരവസ്ഥയാണ്. കാരണം നിത്യാവസ്ഥ സാധനങ്ങളുടെ വില ഗണ്യമായി കൂടുകയാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ നികുതികളും ഓരോ വർഷം കഴിയും തോറും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൊച്ചു പ്രവൃത്തിയിലൂടെ ജീവിതം കരുപിടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒന്നിലധികം ജോലി ഏർപ്പെടും. അപ്പോൾ അതിന് സമയം കുറവാണ്. അപ്പോൾ ഇത് മൊത്തം വായിച്ചു നോക്കാനോ അത് അർത്ഥം ഗ്രഹിക്കാനോ ഒന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് എനിക്ക് അറിയാവുന്ന ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പയറിന് അല്ലെങ്കിൽ വെണ്ടയ്ക്ക് അല്ലെങ്കിൽ വഴുതനയ്ക്ക് ഇതിനൊക്കെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ മാത്രമേ ഞാൻ ഇത് ചെയ്യുകയുള്ളൂ. പിന്നെ മറ്റൊന്ന്, നഴ്സറികളിൽ നമ്മൾ ചില തൈകളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു പ്രത്യേക തരത്തിലുള്ള മണ്ണിൽ നിറച്ച് പിടിപ്പിച്ച് തളുത്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് തരുന്നത്. പക്ഷേ നമ്മളത് അതിനകത്ത് കവറിനകത്ത് നിൽക്കി ഇളക്കി നമ്മുടെ മണ്ണിൽ നട്ട് കാലങ്ങൾ കഴിഞ്ഞാലും അതുപോലെ നിൽക്കുമല്ലാതെ അത് വളരത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആണ് ഈ സൂഡോമോണസ് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഞാൻ ഉപയോഗിക്കത്തില്ല. കാരണം ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കൃഷികൾക്കും പ്രധാനമായും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് വൃക്ഷങ്ങളുടെ തോലുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പുരയിടത്തിൽ നല്ല ജൈവ വളമുണ്ട്. അതുപോലെ തന്നെ വാഴക്കൃഷി എനിക്ക് ഏറ്റവും കൂടുതലുണ്ട്. പല വിധത്തിലുള്ള വാഴകൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. പാളയംകോടനുണ്ട്, ഞാലിപ്പൂവനുണ്ട്, റോബസ്റ്റയുണ്ട്, പൂവൻ വാഴയുണ്ട്. അപ്പോൾ ഈ വാഴയുടെയൊക്കെ കൊല വെട്ടിയതിന് ശേഷം അതിൻ്റെ വാഴത്തട ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഞാൻ മണ്ണിലിട്ട് മണ്ണ് വെട്ടിയിടും. അപ്പോൾ അത് വളമായിട്ട് മാറും. അതിനകത്ത് സസ്യങ്ങൾക്ക് ആവശ്യമുള്ള വളങ്ങൾ മൊത്തമുണ്ട്. അപ്പം ഇത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വാഴയുടെ ഇല ഒരു ചെടിയുടെയും അല്ലെങ്കിൽ ഒരു സസ്യത്തിൻ്റെയും ചുവട്ടിൽ കൊണ്ടിടരുത്. കാരണം അത് മോശമായ വിരകൾ അതിനകത്ത് ഉണ്ടാവുകയും നമ്മുടെ ആ ചെടിയുടെ അല്ലെങ്കിൽ ആ സസ്യത്തിൻ്റെ വേരുകൾ ആ ഇരകൾ നശിപ്പിച്ച് അതിൻ്റെ ആ ചെടി നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് ദൂരെ എവിടെയെങ്കിലും കൊണ്ടിടുക, അതല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിയിടുക. അതല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ, വലിയ മാവ്, പ്ലാവ്, തെങ്ങ് ഇതിൻ്റെയൊക്കെ ചോട്ടി നമുക്കുണ്ട്, അല്ലാത്തതിൻ്റെ ചോട്ടിടരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൂഡോമോണസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളോട് പറയുന്നത് 5 ഗ്രാം ഒക്കെ എടുക്കാനാണ്. അപ്പോൾ 5 ഗ്രാം തൂക്കിയെടുക്കാൻ മിക്ക വീടുകളിലും അത്തരത്തിലുള്ള ത്രാശ്, ഇലക്ട്രോണിക് ത്രാശൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വീട്ടിലും ഇലക്ട്രോണിക് ത്രാശ് ഞാൻ ഇപ്പോഴും ഈ അടുത്ത സമയത്താണ് ഇത് മേടിച്ചത്. കാരണം കുലകളൊക്കെ തൂക്കണം, നമ്മുടെ കൃഷിയുടെ സാധനങ്ങൾ തൂക്കി വിൽക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. നമ്മുടെ വീട്ടിലൊക്കെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ആൾ വരുന്നുണ്ട്. കൃത്യമായിട്ട് അവർക്ക് കൊടുക്കണം. കൃത്യമായിട്ട് മാത്രമല്ല അല്പം കൂടെ കൂടുതൽ കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഇലക്ട്രോണിക് ത്രാശ് ഞാൻ മേടിച്ചത്. അപ്പം ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം വാടി നിൽക്കുന്ന ചെടികൾ, മോശമായ ചെടികൾ ഉണ്ടെങ്കിൽ മാത്രമേ വഴുതനയായാലും പാവലായാലും വെണ്ടയായാലും. അപ്പോൾ എനിക്ക് എൻ്റെ കൃഷികളൊന്നും തന്നെ വാടി നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പൊട്ടിക്കാത്തത്. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെ ഒഴിക്കാം, വാടിയില്ലെങ്കിൽ പോലും ഇത് ഒഴിക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ സൂഡോമോണസ്, അപ്പോൾ ഇത്രയും വലിപ്പമുള്ള സൂഡോമോണസിൻ്റെ കവറൊന്നും നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. വലിയ കൃഷിക്കാരാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പൊട്ടിക്കുക. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു പ്ലാസ്റ്റിക് കോട്ടകളുണ്ട്. ഇത് പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇത് കറ്റാർ വാഴയാണ്. ഈ കറ്റാർ വാഴയുടെ ഒരു കഷണം ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ജെല്ല് ഇഞ്ഞെടുക്കും. ജെല്ലെടുക്കുമെന്ന് പറഞ്ഞാൽ ഈ തൊലി കണ്ട് ഇങ്ങനെ എടുത്ത് കളയാം. അതിനുശേഷം ഇത് അതിൻ്റെ ജെല്ലാണ്. ഇത് ഞാൻ കയ്യലെല്ലാം ഇങ്ങനെ തൂത്ത് പിടിപ്പിക്കും. കയ്യലെല്ലാം തൂത്ത് പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് പൊട്ടിക്കാൻ തുടങ്ങുന്നത്. പൊട്ടിച്ചതിന് ശേഷം ഇതേപോലെയുള്ള 2 സ്പൂണ് ആണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ 5 മില്ലി നമുക്ക് തൂക്കിയെടുക്കാൻ 5 ml 5 ഗ്രാം തൂക്കിയെടുക്കാൻ പ്രയാസം. അതിന് ഇതേപോലെയുള്ള സ്പൂണിൻ്റെ 2 സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. എടുത്തതിന് ശേഷം ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് വെച്ചാൽ ഇത് കഞ്ഞിവെള്ളമാണ്. ഇത് കഞ്ഞിവെള്ളമാണ്. അപ്പം ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഇതിപ്പോൾ ഒരു കുപ്പി കഞ്ഞിവെള്ളം നമ്മുടെ വെള്ളമൊക്കെ മേടിക്കുന്ന അതിന് 1 ലിറ്ററാണ്. ആ ഒരു കുപ്പി നിറച്ചുള്ള കഞ്ഞിവെള്ളത്തിനകത്ത് എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള 2 സ്പൂണ് ഇടും. 2 സ്പൂൺ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കലക്കും. കലക്കിയതിന് ശേഷം എന്ത് ചെയ്യും, വീണ്ടും ഇത് ഒരു ക്യാനിനകത്ത് നമ്മൾ ഒഴിക്കും. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ നേർപ്പിച്ചായിരിക്കണം. അത് ഞാൻ പറഞ്ഞില്ല. കഞ്ഞിവെള്ളം നല്ലോണം നേർപ്പിച്ചായിരിക്കണം, അല്ലെങ്കിൽ കൊഴുപ്പായിരിക്കും.
കൊഴുപ്പായി കഴിഞ്ഞാൽ വേറൊരു ദോഷമുണ്ട്. നമ്മൾ ഏതെങ്കിലും സസ്യങ്ങളുടെ ചുവട്ടിൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിലെ മണ്ണിൽ ഇത് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, വായു സമ്പർക്കം കിട്ടത്തില്ല. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ നമ്മളിത് ഒഴിക്കുന്ന സസ്യങ്ങളുടെ ചുവട്ടിൽ ഇലകളുണ്ടായിരിക്കണം. ഞാൻ മിക്കവാറും ഉള്ള എല്ലാത്തിനും ചുവട്ടിൽ ഇലകളിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കട്ടിയായാലും എനിക്ക് സസ്യങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഇലകൾ കിട്ടാൻ പ്രയാസമുള്ളവർ ഗ്രോ ബാഗിലും ചാക്കിലും ചട്ടിയിലും ഒക്കെ ചെയ്യുന്നവർ അവർ ചെയ്യണമെന്ന് വെച്ചാൽ വളരെ നേർപ്പിക്കണം. അതായത് ഒരു കുപ്പി കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു 4-5 കുപ്പി വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് അതിനകത്തുനിന്ന് ഒരു കുപ്പിക്കകത്ത് വേണം ഇതേപോലെ 2 സ്പൂണ് ഈ സൂഡോമോണസ് ഇട്ട് ഇതേപോലെ ഒരു ബക്കറ്റിൽ നല്ല ഭംഗിയായിട്ട് അങ്ങ് ഇളക്കണം. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ഈ മുൻകരുതലെന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ കറ്റാർവാഴ ലഭ്യമല്ലാതിരിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഗ്ലൗസ് കിട്ടും. ഇതേപോലെയുള്ള ഗ്ലൗസ് ഇത് കടകളിൽ കിട്ടും. ഈ ഗ്ലൗസ് നമ്മൾ 2 കൈയിലും ഇടണം. 2 കൈയിലും ഇടണം. 2 കൈയിൽ വിട്ടതിന് ശേഷം വേണം. ഇനി ഗ്ലൗസും കിട്ടാൻ വഴിയില്ലെങ്കിൽ ഇതറിയാം, കോവിഡ് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാനിറ്റൈസാണ്. ഇത് നമ്മുടെ കയ്യിലും ഒക്കെ ശരിക്ക് പിന്നെ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുക, അല്ലെങ്കിൽ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് പൊട്ടിക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഒരുതരം ബാക്ടീരിയയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അറിയാതെ തന്നെ നമ്മുടെ കൈകളിൽ എന്തായാലും ഇത് സ്പർശിക്കാനിടയാം, ഇത് വരും. അതുപോലെ തന്നെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മുടെ മുഖത്തുമൊക്കെ നമ്മൾ തൊടുന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയയുടെ കണങ്ങൾ നമ്മുടെ മൂക്കിലും അതല്ലെങ്കിൽ നമ്മുടെ തൊലിയിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ പ്രവർത്തിക്കത്തില്ല എന്നൊക്കെയാണ് ഇത് പറയുന്നെങ്കിലും ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ പ്രവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കറ്റാർവാഴയുടെ ജെല്ല് ആദ്യം ഇത് തേച്ച് കൊടുത്തതിന് ശേഷം ഇത് കൈകാര്യം ചെയ്തത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആവശ്യത്തിന് എടുത്ത് കലക്കിയതിന് ശേഷം ഇത് നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞ് വായു കടക്കാത്ത രീതി, അതായത് അമിതമായ ചൂടും തണുപ്പും ഒന്നും വെക്കാത്ത രീതിയിൽ സുരക്ഷിതമായി ഒരു ടിന്നിനകത്തോ വല്ല അടച്ച് സുരക്ഷിതമായി വെക്കാമെങ്കിൽ നമുക്കിതിന് കാലാവധിയുണ്ട്. ആ കാലാവധി വരെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ഒരു പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം മനുഷ്യ ശരീരത്തിൽ പിന്നെ ഇല്ല എന്ന് പറയുന്നെങ്കിലും അത് നമുക്ക് തള്ളിക്കളയാൻ ഒക്കത്തില്ല. നമ്മളിപ്പം ഇത് പരിശോധിക്കാനും നോക്കത്തില്ല. നമ്മളിപ്പം ഇത് വളങ്ങൾ വിളിക്കുന്ന കടയിൽ പോയി സൂഡോമോണസ് മേടിക്കാൻ വെക്കൂ. കുറഞ്ഞ വിലയുടെ സൂഡോമോണസ് മേടിക്കാൻ നമ്മളൊരു 200 രൂപ വണ്ടിക്കൂലി മുടയ്ക്കുന്നത് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിനകത്ത് രസം. അപ്പം പിന്നെ ഈ ഒന്നുകിൽ നമ്മൾ ഈ ഗ്ലൗസ് ഇടുക, അതല്ലെങ്കിൽ ഈ സാനിറ്റൈസ് ശരിക്ക് തൂത്തുപിടിപ്പിക്കാം. ഒപ്പം ഇത് ഉപയോഗിച്ച് നമ്മളിത് തളിച്ചതിന് ശേഷം, ഞാനിത് ക്യാനിനകത്ത് ഒഴിച്ചാണ് ഞാൻ തളിക്കുന്നത്. തളിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല പതയുള്ള സോപ്പ് ഉപയോഗിച്ച് കൈയും കാലും മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് പിന്നെ വൃത്തിയാക്കണം. അതുപോലെ ഈ തളിക്കാൻ നേരം നമ്മൾ ഇട്ടുന്ന ഡ്രസ്സുകൾ അപ്പോഴേ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കി വെച്ച് അത് കഴുകിയിടുകയും ചെയ്യണം. പിന്നെ കഴിയുമെങ്കിൽ ഒരു മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാനൊക്കെ മാസ്ക് ഉപയോഗിക്കത്തില്ല. പകരം അതെടുക്കുന്ന സമയങ്ങളിൽ ശ്വാസം ഉള്ളിലേക്ക് വിടാത്ത രീതിയിൽ ശ്വാസത്തെ അല്പസമയത്തേക്ക് തടഞ്ഞു നിർത്തും. അതെല്ലാവരും ചെയ്യരുത്. അത് പരിശീലനം കിട്ടിയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ പൊടിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് അന്തരീക്ഷത്തിൽ വ്യാപിക്കും. ചെറിയ കണങ്ങൾ അത് നമ്മുടെ വായുവിലൂടെ നമ്മുടെ മൂക്കിൽ കയറും. അത് കയറാതിരിക്കണമെങ്കിൽ ശ്വസിക്കുന്ന വായു പിന്നെ അത് അരിച്ചു കിട്ടണം. അതിനാണ് മാസ്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ ചെയ്യുന്ന മാർഗങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പിന്നെ മറ്റൊരു ഉപയോഗം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ വെണ്ടവിത്ത് ഞാൻ പറഞ്ഞു, ഇതിപ്പം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കസ്റ്റമർ, അതായത് വിത്തുകൾ ആവശ്യപ്പെടുന്നവർക്ക് എല്ലാ വിത്തുകളും കൊടുക്കുന്നത്. പക്ഷേ ഇതിപ്പം നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഇത്തരത്തിലുള്ള പയർ വിത്തുകളും വെണ്ട വിത്തുകളും ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു 25 രൂപ കൊടുത്ത്, ഇപ്പോൾ 25 രൂപ വിലയാണ്, അല്ലെങ്കിൽ 30 രൂപ വില, അല്ലെങ്കിൽ 50 രൂപ വില, ഇത് കൊടുത്ത് വാങ്ങിച്ച് തെളിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇതേപോലെ 2 സ്പൂൺ സൂഡോമോണസിൻ്റെ പൊടിയെടുത്ത് അല്പം വെള്ളത്തിനകത്ത് അതൊന്ന് കുഴച്ചെടുത്ത് ഒരുപാട് അങ്ങ് ലായനിയായി പോകരുത്. ആ രീതിയിൽ കുഴച്ചെടുത്ത് ഇത് കുറച്ച് നേരം ആ ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം പാകി കിളിപ്പിക്കുന്നത് നല്ലതാണ്. പയർന്ന് മാത്രമല്ല, എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ നട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് ഇത് വളരുന്നില്ല, ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നില്ല, ഇതിനെന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുന്നു, ആ രീതിയാണെങ്കിൽ മാത്രമേ നമ്മൾ സൂഡോമോണസിൻ്റെ ലായനി ഒഴിക്കാവൂ. കാരണം ഒരു പ്രാവശ്യം സൂഡോമോണസിൻ്റെ ലായനി ഒഴിച്ചു കൊടുത്താൽ വീണ്ടും ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ആ വേരിൻ്റെ ശക്തി അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഒരു പ്രാവശ്യം സൂഡോമോണസ് ഒഴിച്ചു കൊടുത്തു, അപ്പം വേരുകൾ പുഷ്ടിപ്പെട്ടു,
നമ്മൾ വലിച്ചെടുത്ത് വീണ്ടും 1 മാസത്തിനുള്ളിൽ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ വേരിൻ്റെ ആ ശക്തി അങ്ങ് നഷ്ടപ്പെടും. പിന്നെ ജൈവവളം മാത്രമാണ് എല്ലാവരും ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫലവൃക്ഷങ്ങൾ നടുമ്പോൾ, അല്ലെങ്കിൽ ചെടികൾ നടുമ്പോൾ, അല്ലെങ്കിൽ ആ വിത്തുകൾ നമ്മൾ കിളിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ മാത്രം സൂഡോമോണസ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ സൂഡോമോണസ് ഞാൻ എൻ്റെ ചെടികൾക്ക്, എൻ്റെ സസ്യങ്ങൾക്ക്, എൻ്റെ പച്ചക്കറികൾക്ക് ഒഴിക്കുന്ന ഒരു വീഡിയോ വളരെ പെട്ടെന്ന് ഞാൻ ഇടുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള അറിവുകൾ, അതായത് നമുക്ക് നിത്യജീവിതത്തിൽ പ്രയാസമില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷികൾ, കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഞാൻ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്. ഈ വിവരങ്ങൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമേ തന്നെ കാണുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും നാളെ വരെ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്ത ബഹുമാന്യ പ്രേക്ഷകർക്ക് ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.